SS വേൾഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ 10ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുകൊണ്ട് SS വേൾഡിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ഓപ്ഷൻസ്: എ ഐസോറൈമുകൾ, ഓപ്ഷൻ ബി ഐസോടാക്കുകൾ, ഓപ്ഷൻ സി ഐസോക്രോണുകൾ, ഓപ്ഷൻ ഡി ഐസോബാത്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഐസോടാക്കുകൾ. ഐസോടാക്കുകളാണ് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എൽ നിനോ എന്ന കാലാവസ്ഥാ പ്രക്രിയയെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? പ്രസ്താവനകളാണ് ശരിയായത്. അത് വായിച്ചിട്ട് ഓപ്ഷൻ ഉത്തരം മാത്രം പറയാം. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം എൽ നിനോ എന്ന പ്രതിഭാസമാണ്. ഈ ഓപ്ഷൻ ശരിയാണ്. 2, എൽ നിനോ പ്രതിഭാസത്തിൻ്റെ ഫലമായാണ് ശീതജലപ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നത്. പിന്നീട് 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. എൽ നിനോയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻസ്: മുംബൈ, ന്യൂഡൽഹി, ഡെറാഡൂൺ, കൊൽക്കത്ത. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ഡെറാഡൂൺ. 4ാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത്? സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത് ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 2, 4, 5, 6 എന്നിവ. ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഈ 5 രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ ന്യൂസിലാൻഡ് അതിന് പുറത്താണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്ന ദ്വീപുകളെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ദ്വീപുകളെ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ 5 ദ്വീപുകൾ: ഗ്രീൻലാൻഡ്, മഡഗാസ്കർ, ന്യൂഗിനിയ, ബാഫിൻ, സുമാത്ര. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കാൻ. ആൻസർ ഓപ്ഷൻ എ 1, 3, 2, 4, 5. ഗ്രീൻലാൻഡ്, അതിനുശേഷം ന്യൂഗിനിയ, പിന്നെ മഡഗാസ്കർ, ബാഫിൻ, അവസാനമായിട്ട് സുമാത്ര. ഓപ്ഷൻ എ. 6ാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായ പ്രസ്താവന ഏതെല്ലാം? പ്രസ്താവനകളൊന്ന് വായിക്കുക. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ ശരിയാണ്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ സമുദ്രാന്തർഭാഗത്തുണ്ടാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിനാശകാരിയായ തിരമാലയാണ് സുനാമി. സുനാമി എന്നതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ശരിയായ പ്രസ്താവനയാണ്. 2ാമത്, സുനാമി എന്ന വാക്കിനർത്ഥം വിനാശകാരിയായ തുറമുഖ തിരമാലകൾ എന്നാണ്. അത് ശരിയാണ്. പിന്നെ ശരിയായിട്ടുള്ളത് 4ാമത്തെ ഓപ്ഷനാണ്.
2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള സുമാത്ര ദ്വീപിനടുത്തുണ്ടായ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമായ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇവിടെ 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. സമുദ്രതീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നത്. 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് വായിക്കാം. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ, കണ്ടീജിയസ് സോൺ, ടെറിട്ടേറിയൻ വാട്ടർ, ആഴക്കടൽ അഥവാ ഡീപ് സീ. ആൻസർ ഓപ്ഷൻ ഡി, ആഴക്കടൽ. 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്രഭാഗം ആഴക്കടൽ എന്നറിയപ്പെടുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ സൂയസ് കനാലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സൂയസ് കനാലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളൊന്ന് വായിക്കുക. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് 4 ഓപ്ഷൻസും ശരിയാണ്. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ആഫ്രിക്ക, യൂറോപ്പ്. രണ്ടാമത് 1956 കേണൽ ഗമാൽ അബ്ദുൽ നാസറാണ് സൂയസ് കനാൽ ദേശസാത്കരിച്ചത്. നാഷണലൈസ് ചെയ്തത് ഗമാൽ അബ്ദുൽ നാസർ. മൂന്നാമത്തത് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും. നാലാമത്തത് സൂയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് 1869 ഈ 4 ഓപ്ഷൻസും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററാണ്? 1 നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററാണ്? ആൻസർ ഓപ്ഷൻ ബി, 1.85 കിലോമീറ്റർ. 1.85 കിലോമീറ്ററാണ് 1 നോട്ടിക്കൽ മൈൽ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പ്രസ്താവനകൾ വായിക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ ശരിയാണ്. അതായത് എല്ലാം ശരിയാണ്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണം നിമിത്തം ഭൂമിയിൽ സമുദ്രനിരപ്പിൽ സംഭവിക്കുന്ന ഏറ്റക്കുറവുകളാണ് വേലിയേറ്റവും വേലിയിറക്കവും. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ നിമിത്തം ഭൂമിയിൽ സമുദ്രനിരപ്പിൽ സംഭവിക്കുന്ന ഏറ്റക്കുറവുകളാണ് വേലിയേറ്റവും വേലിയിറക്കവും. 2ാമത്തെ ഓപ്ഷൻ. പൗർണമി അഥവാ വെളുത്ത വാവ്, അമാവാസി അഥവാ കറുത്ത വാവ് ദിവസങ്ങളിലെ വേലിയേറ്റം അറിയപ്പെടുന്നത് വാവുവേലി എന്ന പേരിലാണ്. വെളുത്ത വാവ്, കറുത്ത വാവ് ദിവസങ്ങളിലെ വേലിയേറ്റം അറിയപ്പെടുന്നത് വാവുവേലി എന്ന പേരിലാണ്. 3ാമത്തത് ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് സപ്തമി വേലി എന്നറിയപ്പെടുന്നത്. സപ്തമി വേലി എന്നറിയപ്പെടുന്നത് ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ്. 4ാമത്തത് കടലിൻ്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ അനിയന്ത്രിതമായി പെരുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചുവപ്പ് വേലിയേറ്റം പ്രാദേശികമായി കടൽക്കര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ 4 ഓപ്ഷൻസും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ഏതാണ് ക്യുമുലസ് മേഘങ്ങളുടെ സവിശേഷത അല്ലാത്തത്? 3 ഓപ്ഷൻസ് സവിശേഷത ആയിട്ടുള്ളതാണ്. അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ സി, മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ്. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ എന്നുള്ളത് തെറ്റാണ്. ബാക്കി കോളിഫ്ലവർ ആകൃതിയിലും പഞ്ഞിക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. പ്രസന്നമായ കാലാവസ്ഥ പ്രധാനം ചെയ്യുന്നതും ക്യുമുലസ് മേഘങ്ങളാണ്. സംവഹനം അഥവാ കൺവെക്ഷൻ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നതും ക്യുമുലസ് മേഘങ്ങളാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവന
ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. ചോർപ്പിൻ്റെ ഫണൽ ആകൃതിയിൽ മേഘരൂപത്തിൽ കാണപ്പെടുന്ന ചക്രവാതമാണ് ടൊർണാഡോ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ടൊർണാഡോയുടെ ആകൃതി ഫണൽ ആകൃതിയിലാണ്, അഥവാ ചോർപ്പിൻ്റെ ആകൃതി. രണ്ടാമത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ വീശുന്ന രാജ്യം അമേരിക്കയാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത്, ടൊർണാഡോയുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഫ്യൂജിദ സ്കെയിൽ എന്ന ഏകകമാണ്. ഫ്യൂജിദ സ്കെയിൽ. ഇവ മൂന്നും ശരിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവന: ഓപ്ഷൻ സി 1, 2 എന്നീ ശരിയാണ്. അതായത് 2 ഓപ്ഷൻസ് ആണ്, അത് രണ്ടും ശരിയാണ്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. രണ്ടാമത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലും വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ്. ഈ 2 ഓപ്ഷൻസും ശരിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അലറുന്ന 40കൾ റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അലറുന്ന 40കൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി ദക്ഷിണാർദ്ധഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമവാദങ്ങൾ. ഇതാണ് അലറുന്ന 40കൾ എന്നറിയപ്പെടുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഏതാണ് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി കാലികവാദങ്ങൾ. കാലികവാദങ്ങൾ ആണ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹോയ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഹോയ്സ് ലാറ്റിറ്റ്യൂഡ്. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദമേഖലകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദമേഖലകളാണ് ഹോയ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല. 17ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻസ് മീഥേൻ, ക്ലോറോ ഫ്ലോറോ കാർബൺ, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി 1, 2, 4, 5 എന്നിവ. 1, 2, 4, 5 എന്നിവ. മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1ൽ പരാമർശിക്കുന്ന അന്തരീക്ഷ പാളികൾ ലിസ്റ്റ് 2ൽ പരാമർശിക്കുന്ന സവിശേഷതകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി A4, B3, C2, D1. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യം. വിമാനങ്ങൾ സഞ്ചാരത്തിന് അനുയോജ്യമാണ് സ്ട്രാറ്റോസ്ഫിയർ. മിസോസ്ഫിയർ ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മിസോസ്ഫിയർ. തെർമോസ്ഫിയർ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ പാളിയാണ് തെർമോസ്ഫിയർ. ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ് തെർമോസ്ഫിയർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ ഏതെല്ലാം പീഠഭൂമികളാണ് വൻകരകളാൽ ചുറ്റപ്പെട്ടവ?
ഛോട്ടാ നാഗ്പൂർ അറേബ്യൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, കൊളറാഡോ പീഠഭൂമി, ടിബറ്റൻ പീഠഭൂമി, ബൊളീവിയൻ പീഠഭൂമി ഇവയൊന്നുമല്ല. വൻകരകളാൽ ചുറ്റപ്പെട്ട പീഠഭൂമി ഏതാണ് താഴെ പറയുന്നതിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ അറേബ്യൻ പീഠഭൂമി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഗോണ്ട്വാനാലാൻഡ് പൊട്ടിപ്പിളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 4, 6 എന്നിവ. 1, 2, 4, 6 എന്നിവ. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, അന്റാർട്ടിക്ക. ഓപ്ഷൻ സി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് അഡോൾഫ് ഹിറ്റ്ലറെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഹിറ്റ്ലറെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഗസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് ഹിറ്റ്ലറുടേതാണ്. രണ്ടാമത്തെ ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. മൂന്നാമത്തത് ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ് ഹിറ്റ്ലറാണ്. ഫ്യൂറർ. 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ്? ഓപ്ഷൻ ജോൺ ആഡംസ്, തോമസ് ജെഫേഴ്സൺ, എബ്രഹാം ലിങ്കൺ, റിച്ചാർഡ് എം നിക്സൺ. വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിൽ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമായ ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവ്? ഓപ്ഷൻ ഡി റോബസ്പിയർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന കൃതികൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. കൃതികളും ഗ്രന്ഥകർത്താക്കളും. ഓപ്ഷൻ എ A3, B1, C4, D2. ദി പ്രിൻസ് നിക്കോളാസ് മാക്കിയവെല്ലി. സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോ. നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂ. ദി പ്രൈസ് ഓഫ് ഫോളി ഇറാസ്മസ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 2 പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ട്. 61ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാന ജേതാവായ അമർത്യാസൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അമർത്യാസൻ്റെ കൃതികളാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റേഷനാലിറ്റി ആൻഡ് ഫ്രീഡം. ഏതാണ് അമർത്യാസൻ്റെ കൃതികൾ? ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 എന്നിവ. ഈ 5 കൃതികളും അമർത്യാസൻ്റെ കൃതികളാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റേഷനാലിറ്റി ആൻഡ് ഫ്രീഡം. 62ാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഓഹരികൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികളാണ് ഇക്വിറ്റി എന്നറിയപ്പെടുന്നത്. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികൾ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ ശരിയാണ്.
ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകുന്ന രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവ സംബന്ധിച്ച ഗവൺമെൻറ്റിൻ്റെ നയമാണ് ധനനയം, മോണിറ്ററി പോളിസി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനായി പുറപ്പെടുവിച്ച MRTP ആക്ട് നിലവിൽ വന്നത് ജൂൺ 1, 1970 മുതലാണ്. MRTP ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1969 ഡിസംബർ 18. ഈ 4 ഓപ്ഷൻസ് ശരിയാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ. GSTയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. GST നിലവിൽ വന്ന് 2017 ജൂലൈ 1. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് അസമിലാണ്. മത്സ്യം, മാംസ്യം, മുട്ട, പച്ചക്കറികൾ, കന്നുകാലികൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, തേൻ എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ. റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3 എന്നിവ ശരിയാണ്. 1, 3. ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ നൽകേണ്ട പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. 3ാമത്തെ ഓപ്ഷൻ റിസർവ് ബാങ്ക് ഇതര ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. 1, 3 എന്നിവ ശരിയാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ. ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലും സമാന പ്രൊവിഡൻറ്റ് ഫണ്ടിലുമുള്ള നിക്ഷേപങ്ങൾക്ക് 1/4/2020 മുതൽ 30/6/2020 വരെ കാലയളവിലേക്കുള്ള പലിശ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ ഡി 7.1%. 67ാമത്തെ ക്വസ്റ്റ്യൻ. നബാർഡിനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നബാർഡിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ ശരിയാണ്. ശിവരാമൻ കമ്മിറ്റിയെ ശുപാർശ പ്രകാരം രൂപീകൃതമായതാണ് നബാർഡ്. ശിവരാമൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം. ഒഡീഷയിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന M. ശ്രീരാമകൃഷ്ണയ്യരാണ് നബാർഡിൻ്റെ ആദ്യ ചെയർമാൻ. M. ശ്രീരാമകൃഷ്ണയ്യർ. 3ാമത് 1982 ജൂലൈ 12 രൂപീകൃതമായ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആകുന്നു. 4. നബാർഡ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. മാനുഷിക വികസന സൂചിക തയ്യാറാക്കിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബുൽ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നും ചേർന്നാണ്. 2ാമത്തെ ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം എന്നിവ മാനുഷിക വികസന സൂചികയുടെ അളവുകോലുകളാണ്. 3. മാനുഷിക വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നിലവിൽ വന്നത് 1990 ഈ 3 ഓപ്ഷൻസും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 69. ചുവടെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ശരിയായത് ഏതെല്ലാം? ആശയങ്ങളും ബന്ധപ്പെട്ട വ്യക്തികളും. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ ശരിയാണ്. സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായൺ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ JC കുമരപ്പ, ലെയ്സസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്ത്, ചോദന സിദ്ധാന്തം ആൽഫ്രഡ് മാർഷൽ ചോദന സിദ്ധാന്തം. 70ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്ന DP ഖൈത്താൻ, BL മിത്തർ എന്നിവർക്ക് പകരമായി പിന്നീട് അംഗങ്ങളായത് ആരെല്ലാമാണ്? DP ഖൈത്താനും BL മിത്തറിനും പകരം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വന്ന അംഗങ്ങൾ ആരാണ്? ഓപ്ഷൻ ഡി TT കൃഷ്ണമാചാരി, N. മാധവറാവു. ഓപ്ഷൻ ഡി. 71ാമത്തെ ക്വസ്റ്റ്യൻ.
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരിക്കുന്ന പ്രധാന കമ്മിറ്റികൾ. ഓപ്ഷൻ ബി 2, 4 എന്നിവ. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ. സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 72ാമത്തെ ക്വസ്റ്റ്യൻ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാമാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2, 3, 4 എന്നിവ. ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. 73. 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ, HN ഗുൻസ്രു. സർദാർ കെ എം പണിക്കർ, HN ഗുൻസ്രു. 74. ചുവടെ പറയുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു. ഏകതാ ദിനമായി ആചരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? മൗലിക കടമകളെക്കുറിച്ച്. ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 2. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ആർക്കാണ് പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിക്കുവാൻ കഴിയുന്നത്? പോക്കറ്റ് വീറ്റോ. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ സി പ്രസിഡന്റ്. 77. ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? ഓപ്ഷൻ ഡി കഴിയുന്നതും നേരത്തെ. ഓപ്ഷൻ ഡി കഴിയുന്നതും നേരത്തെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. 78. ലോക്സഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 3, 4, 5 എന്നിവ. മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ലഡാക്ക്. 1, 3, 4, 5 എന്നിവ. 79ാമത്തെ ക്വസ്റ്റ്യൻ. അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അവിശ്വാസ പ്രമേയം ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ ശരിയാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ഏത് പാർലമെൻ്ററി കമ്മിറ്റിയാണ് കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപവത്കരിച്ചത്? ഓപ്ഷൻ എ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഓപ്ഷൻ ബി എസ്റ്റിമേറ്റ് കമ്മിറ്റി, സി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, ഡി ഇതൊന്നുമല്ല. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപവത്കരിച്ച കമ്മിറ്റി. ഓപ്ഷൻ സി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. 81ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്?
ഓപ്ഷൻ എ 1, 2 എന്നിവ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ബാക്കിയുള്ളത് ഭരണഘടന ആയിട്ടുള്ളതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനും പ്ലാനിംഗ് കമ്മീഷനും കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. 1, 2 എന്നിവ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ 4 പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വേതനത്തിന് തുല്യമാണ്. രണ്ടാമത്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ സോമനാഥൻ പിള്ളയാണ്. കറണ്ട് അഫേഴ്സാണ്. നാലാമത്തെ, വിൻസൻ എൻ പോളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിൻസൻ എം പോളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? അമെൻമെൻറ്റിനെ കുറിച്ചാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന ആദ്യകാല സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. പദ്ധതികളും നേതൃത്വം നൽകിയ വ്യക്തികളും. ഓപ്ഷൻ ബി A4, B3, C2, D1. മാർത്താണ്ഡം പ്രൊജക്റ്റ്, സ്പെൻസർ ഹാച്ച്. മാർത്താണ്ഡം പ്രൊജക്റ്റ്, സ്പെൻസർ ഹാച്ച്. സേവാഗ്രാം പദ്ധതി, ഗാന്ധിജി. സേവാഗ്രാം പദ്ധതി, ഗാന്ധിജി. ശ്രീനികേതൻ പ്രൊജക്റ്റ്, രവീന്ദ്രനാഥ ടാഗോർ. ഗുർഗാവോൺ പ്രൊജക്റ്റ്, FL ബ്രെയിൻ. 85ാമത്തെ ക്വസ്റ്റ്യൻ. പിൽക്കാല 85ാമത്തെ ക്വസ്റ്റ്യൻ. പിൽക്കാല വേദകാലഘട്ടത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 85. പിൽക്കാല വേദകാലഘട്ടത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. പിൽക്കാല വേദകാലഘട്ടത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് പ്രജാപതി. 2, പിൽക്കാല വേദകാലഘട്ടത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ സൻഗ്രിഹിത്രി എന്ന പേരിൽ അറിയപ്പെട്ടു. 86ാമത്തെ ക്വസ്റ്റ്യൻ. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ അബുൽ ഫൈസി, ബി ബദൗനി, ഓപ്ഷൻ സി ചാൾസ് വിൽക്കിൻസ്, ഓപ്ഷൻ ഡി മാക്സ് മുള്ളർ. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ ബി ബദൗനിയാണ് ആൻസർ. 87. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3, 4 എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബുദ്ധൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് ജാതക കഥകൾ എന്നറിയപ്പെടുന്നത്. ബുദ്ധമത സ്വാധീനം വ്യക്തമാക്കുന്ന സംഘകാല കൃതിയായ മണിമേഖല രചിച്ചത് സാത്തനാറാണ്. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളുടെ പ്രതിപാദ്യ വിഷയം ബുദ്ധൻ്റെ ജീവചരിത്രമാണ് അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 4ാമത്തത്, ബുദ്ധചരിത്രത്തിലെ കർത്താവ് അശ്വഘോഷനാണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ. ചൂടെ പറയുന്നവയുടെ നിർമ്മാണം, പിന്നിൽ പ്രവർത്തിച്ചവർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A4, B2, C1, D3. സാഞ്ചി സ്തൂപം, അശോകൻ. കൈലാസനാഥ ക്ഷേത്രം,
കൃഷ്ണ വൺ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ജോർജ് വിറ്ററ്റ്, കൊണാർക്ക് സൂര്യക്ഷേത്രം, നരസിംഹദേവൻ. കൊണാർക്ക് സൂര്യക്ഷേത്രം, നരസിംഹദേവൻ. 89ാമത്തെ ക്വസ്റ്റ്യൻ. സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഗുരു അർജുൻ ദേവിനെ കുറിച്ച്. ഓപ്ഷൻ ഡി, ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു. അമൃത്സറിൽ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ഗുരു അർജുൻ ദേവ്. മുഗൾ ഭരണാധികാരിയ ജഹാംഗീറിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു. സിഖുകാരുടെ പുണ്യഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് ക്രോഡീകരിച്ചതും ഗുരു അർജുൻ ദേവാണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നതിൽ ശരിയായത് ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ ശരിയാണ്. മാൻസബ്ദാരി സമ്പ്രദായം അക്ബർ, ഡക്കാൻ നയം ഔറംഗസീബ്, മയൂര സിംഹാസനം ഷാജഹാൻ, കുനി ധർവാസ് ഷേർഷാ. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. 91. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കണ്ടെത്തുക? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാമാണ് കണ്ടെത്തുക? ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ്. ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്താണ് വാസ്കോഡ ഗാമ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് വാസ്കോഡ ഗാമ നഗരം സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ, സിക്കിം, ഗോവ, ആസാം. ആൻസർ ഓപ്ഷൻ സി, ഗോവ. 93. ചുവടെ പറയുന്ന സംസ്ഥാനങ്ങൾ അവയുടെ രൂപീകരണത്തിനായി വിഭജിച്ച സംസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സംസ്ഥാനങ്ങൾ, വിഭജിച്ച സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ A1, B4, C2, D3. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. 94ാമത്തെ ക്വസ്റ്റ്യൻ. വാർഷിക ലോക മത്സര സൂചി. 94ാമത്തെ ക്വസ്റ്റ്യൻ. വാർഷിക ലോക മത്സര സൂചിക നിലവിൽ വന്ന ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഇന്ത്യയുടെ സ്ഥാനം 94. ഓപ്ഷൻ ബി 43ാം സ്ഥാനം. 95ാമത്തെ ക്വസ്റ്റ്യൻ. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് 2 വർഷത്തേക്ക് താൽക്കാലിക അംഗത്വം ലഭിക്കുകയുണ്ടായി. എത്ര വോട്ടുകൾ നേടിയാണ് ഇന്ത്യ താൽക്കാലിക അംഗത്വം നേടിയത്? UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യക്ക് 2 വർഷത്തേക്കാണ് താൽക്കാലിക അംഗത്വം ലഭിക്കുകയുണ്ടായത്. എത്ര വോട്ടുകൾ നേടിയിട്ടാണ് ഇന്ത്യ താൽക്കാലിക അംഗത്വം നേടിയത്? ഓപ്ഷൻ ഡി 184 വോട്ടുകൾ. 184 വോട്ടുകൾ. 96ാമത്തെ ക്വസ്റ്റ്യൻ. URL എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? URL എന്നതിൻ്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ സി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 97. ചുവടെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് പദ്ധതി ഏതെല്ലാമാണ്? ഗവേണൻസ് പദ്ധതി ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 2, 5, 6 എന്നിവ. ഫ്രണ്ട്സ്, അതുപോലെ സ്പാർക്ക്, സ്വീറ്റ്, മെസ്സേജ്. 1, 2, 5, 6 എന്നിവ ഗവേണൻസ് പദ്ധതികളാണ്. കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ. ഔദ്യോഗികമോ ആധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്ന് തെറ്റിദ്ധരിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സൈബർ സ്ക്വാട്ടിംഗ്.
99-ാമത്തെ ക്വസ്റ്റ്യൻ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി റൂട്ടർ. അവസാനത്തെ ക്വസ്റ്റ്യൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുവാനായി കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്മാർട്ട് ഫോൺ, ഐഫോൺ. ഓപ്ഷൻ സി കെ ഫോൺ, ഡി ഇ ഫോൺ. കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി കെ ഫോൺ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.